വെടിനിർത്തൽ ധാരണയിൽ പ്രധാനമന്ത്രിയെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം. രാഹുലിന് പാക് ചാര സംഘടനയുടെ ഭാഷയാണ് എന്ന് ബി.ജെ.പി. സായുധസേനയുടെ വീര്യത്തെ അപമാനിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയമെന്ന് ബി.ജെ.പി. എം പി സുധാൻഷു വിമർശിച്ചു. ഇതുകൊണ്ടാണ് രാഹുലിനെ പപ്പു എന്ന് വിളിക്കുന്നത് എന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ കോൺഗ്രസ് പരിപാടിയിൽ സംസാരിക്കവെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചുടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെന്ന വിവാദ പ്രസ്താവന രാഹുൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുലിന്റെ പ്രസ്താവന അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്ന് ബി.ജെ.പി. എം പി സുധാൻഷു ത്രിവേദി പറഞ്ഞു. നമ്മുടെ സായുധസേനയുടെ വീര്യം പ്രകടമാക്കി ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കിയതിനു ശേഷമാണ് ഭാരതം തുടർ നടപടികൾ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയെ മാത്രമല്ല രാജ്യത്തെയും സായുധസേനയുടെ വീര്യത്തെയും അപമാനിക്കുന്ന തരം താഴ്ന്ന പ്രസ്താവനയാണ് രാഹുലിന്റേതെന്നും सुधांशु त्रिवेदी പറഞ്ഞു. राहुल गांधी जी किसी के आगे सरेंडर कर दें, कांग्रेस ने किया होगा, मगर भारत किसी के आगे सरेंडर नहीं हो सकता. हम विश्व की एकमात्र ऐसी सभ्यता हैं जो हजारों सालों के आक्रमण के बाद भी आज जीवंत हैं, जिसे आप मानने को तैयार नहीं. हमारे प्रधानमंत्री श्री नरेंद्र मोदी भारत माता के उस शेर की तरह हैं. രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഇത്തരം പക്വതയില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നതുകൊണ്ടാണ് രാഹുലിനെ പപ്പു എന്ന് വിളിക്കുന്നതെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രതികരിച്ചു. मर्यादा होती है नेता प्रतिपक्ष की, बहुत गरिमापूर्ण पद है, लेकिन इतने बड़े व्यक्तित्व के सामने वो जिस भाषा का उपयोग कर रहे हैं माननीय मोदी जी के लेकर के मैं मन में सच में मेरे मन में तो बड़ी निराशा भी है. और ये हमारे प्रदेश में तो ऐसी बातों को कोई बर्दाश्त नहीं करता है, पूरा देश बर्दाश्त नहीं करता है. इसमें पुनः आपके माध्यम से अपील करूंगा कि राहुल को माफी मांगना चाहिए, इसीलिए तो फिर पप्पू कहते हैं. രാഹുലിന് പാകിസ്ഥാൻ ചാരസംഘടന ISIയുടെ ഭാഷയാണെന്നും പാകിസ്ഥാനു വേണ്ടി മിടിക്കുന്ന ഹൃദയമുള്ള രാഹുലിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും ബി.ജെ.പി. നേതാക്കൾ കുറ്റപ്പെടുത്തി. ജനം, ഡൽഹി.